Dear students, നമുക്ക് ഇനിയും പഠിക്കാനുള്ള പോർഷൻ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. അതായത് റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്താൽ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് കൂടുമോ കുറയുമോ എന്നൊക്കെയാണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് റെസിസ്റ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷൻ നോക്കാം. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. ഞാനിവിടെ 3 റെസിസ്റ്ററുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. R1, R2, R3. ഈ 3 റെസിസ്റ്റേഴ്സും ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒന്നിന് പുറകെ മറ്റൊന്നായി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഞാനൊരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെല്ലിന്റെ വോൾട്ടേജ് V ആണെന്ന് വെക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ സെല്ല് ഈ സർക്യൂട്ടിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു, കറണ്ട് I. സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നും I എന്ന് പറയുന്ന കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്, നെഗറ്റീവ് വരുന്നു. നമുക്ക് ഈ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ അറിയാം, സീരീസ് കോമ്പിനേഷനിൽ ഈ റെസിസ്റ്ററിലൂടെ പോയ അതേ കറണ്ട് തന്നെയാണ് ഈ റെസിസ്റ്ററിലൂടെയും പോകുന്നത്, അതേ കറണ്ട് തന്നെയാണ് ഈ റെസിസ്റ്ററിലൂടെയും പോകുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ 3 ബ്രിഡ്ജുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ബ്രിഡ്ജും ക്രോസ് ചെയ്താലേ ഇവിടെ നിന്നും ആൾക്കാർക്ക് അപ്പുറത്തെത്താൻ പറ്റൂ. നമ്മളൊരു 50 പേര് ഒരു യാത്രയ്ക്ക് പോയി. ഈ ബ്രിഡ്ജിൽ കൂടെ കടന്നു പോയ 50 പേര് തന്നെയായിരിക്കും ഈ ബ്രിഡ്ജിൽ കൂടെ പോയത്, അവർ തന്നെയായിരിക്കും ഈ ബ്രിഡ്ജിൽ കൂടെയും പോയത്. എന്ന് പറഞ്ഞ പോലെ ചാർജസിന്റെ ഫ്ലോ ആണ് കറണ്ട്. ഈ കറണ്ടിന് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഒരു വഴിയേ ഉള്ളൂ. അതുകൊണ്ട് ഈ സർക്യൂട്ടിലുള്ള കറണ്ട് അല്ലെങ്കിൽ ഈ റെസിസ്റ്ററിലൂടെ പോകുന്ന അതേ കറണ്ട് തന്നെയായിരിക്കും ഈ റെസിസ്റ്ററിലൂടെയും പോകുന്നത്, അതേ കറണ്ട് തന്നെയായിരിക്കും ഈ റെസിസ്റ്ററിലൂടെയും പോകുന്നത്. 3 റെസിസ്റ്ററിലൂടെയും പോകുന്ന കറണ്ടിന്റെ എമൗണ്ട് സെയിം ആയിരിക്കും. അപ്പം ഇൻ സീരീസ് കോമ്പിനേഷൻ സെയിം കറണ്ട് പാസിംഗ് ത്രൂ ഓൾ റെസിസ്റ്റേഴ്സ്, എല്ലാ റെസിസ്റ്ററിലൂടെയും പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും. ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദം ആർ ഡിഫറെന്റ്. ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പക്ഷേ ഡിഫറെന്റ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഒരു പോയിന്റിൽ നിന്നും ഒരു കുളം ചാർജിനെ അടുത്ത പോയിന്റിൽ കൊണ്ടുചെല്ലാൻ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ വയറിന് റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ ഇവിടെ നിന്നും ചാർജിനെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ കുറച്ച് വർക്ക് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചിലപ്പം കുറവായിരിക്കും. ഇത് ഒരു 2 ഓം റെസിസ്റ്റർ ആണെന്ന് വെക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചാർജിനെ ഇവിടെ കൊണ്ടുവരാൻ കുറച്ച് വർക്ക് ചെയ്താൽ മതിയായിരിക്കും. എന്നാൽ ഇതൊരു 4 ഓം റെസിസ്റ്റർ ആണെന്ന് വെക്കുക. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിയാൽ നമുക്ക് ഇവിടെ നിന്നും ഒരു ചാർജിനെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടും. ഇനി ഇതൊരു 6 ഓം റെസിസ്റ്റർ ആണെന്ന് വെക്കുക. അപ്പോൾ ഇതിലും റെസിസ്റ്റൻസ് കൂടുതലാണ് ഇവിടെ. അതായത് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഫാക്ടറാണ് റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിയാൽ ഒരു കണ്ടക്ടറിലൂടെ നിങ്ങൾക്ക് കറണ്ടിനെ കൊണ്ടുപോകാൻ ഒത്തിരി വർക്ക് ചെയ്യേണ്ടി വരും. ഈ എല്ലാ സർക്യൂട്ടിലും വർക്ക് ചെയ്യുന്നത് സെല്ലാണ്. അങ്ങനെ സെൽ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ എല്ലാത്തിലൂടെയും പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും. ചിലപ്പോൾ ഈ പാലം ഇച്ചിരി വീതി കൂടിയതായിരിക്കും, അപ്പോൾ അതിലൂടെ ആൾക്കാർക്ക് പെട്ടെന്ന് അപ്പുറത്ത് കിടക്കാം. എന്നാൽ ഇത് കുറച്ച് ഇടുങ്ങിയ പാലമായിരിക്കും, അപ്പോൾ അതിലൂടെ അപ്പുറത്ത് പോകാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇതിലൂടെ പോയ ആൾക്കാർ തന്നെയായിരിക്കും ഈ പാലവും കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ സീരീസ് കോമ്പിനേഷനിൽ എല്ലാ റെസിസ്റ്ററിലൂടെയും പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും, ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദം ആർ ഡിഫറെന്റ്. ഓരോന്നിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1, ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2, and V3 is the potential difference across the resistor R3. Potential difference in equation V is equal to IR. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 is equal to ഇതിലൂടെ പോകുന്ന കറണ്ട് I, എല്ലാവർക്കും സെയിം കറണ്ട് ആണ്, അതുകൊണ്ട് കറണ്ട് I ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസ് R1. V1 is equal to I into R1. അങ്ങനെയാണെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? അതിനെ നമുക്ക് V2 എന്ന് എടുക്കാം. V2 is equal to ഇതിലൂടെ പോകുന്ന കറണ്ട് സെയിം കറണ്ട് I ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് റെസിസ്റ്റർ R2, then I into R2. അതാണ് V2 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് V3 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. then V3 is equal to I into R3 എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ്. ഇതാണ് 3
റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? ഈ 3 പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to V1 plus V2 plus V3. ഈ 3 പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്താൽ മതി. Then V is equal to V1 plus V2 plus V3. ഇനി ഈ വിക്ക് പകരം നമുക്ക് ഈ വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. I into R. V1ന് പകരം നമുക്ക് ഈ V1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I into R1. V2ന് പകരം ഈ V2ന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I into R2. V3ക്ക് പകരം ഈ V3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I into R3. ഇവിടെ IR is equal to I എല്ലായിടത്തും ഉണ്ട്. നമുക്കതിനെ കോമൺ ആയിട്ട് എടുക്കാം. Then I into R1 plus R2 plus R3. ഈ ഐയും ക്യാൻസൽ ആയി. Then balance R is equal to R1 plus R2 plus R3. അതായത് നിങ്ങളൊരു സർക്യൂട്ടിൽ 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ 3 റെസിസ്റ്റേഴ്സും കൂടെ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അതായത് ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ 2 ഓം, അടുത്ത റെസിസ്റ്ററിന്റെ 4 ഓം, അടുത്ത റെസിസ്റ്ററിന്റെ 6 ഓം ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ 3 വാല്യൂസ് കൂടെ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. 2 പ്ലസ് 4 പ്ലസ് 6 ഈക്വൽ ടു 12 ഓം. അതാണ് സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ റെസിസ്റ്റേഴ്സിനെ നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തു. ഇതിലെ ഏറ്റവും വലിയ റെസിസ്റ്റൻസ് 6 ഓം ആണ്. അതിലും കൂടുതലാണ് ടോട്ടൽ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. കുറേ റെസിസ്റ്റേഴ്സിനെ നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ റെസിസ്റ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷനിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് R is equal to R1 plus R2 plus R3 എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. അടുത്തതായി കുറെ റെസിസ്റ്റേഴ്സിനെ പാരലലായിട്ട് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. പാരലൽ കോമ്പിനേഷൻ 3 റെസിസ്റ്റേഴ്സ് R1, R2, R3 3 റെസിസ്റ്റേഴ്സിനെ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാ റെസിസ്റ്റേഴ്സിന്റെയും 2 എൻഡുകൾ കോമൺ ആയിട്ടുള്ള 2 പോയിന്റുകളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്താൽ ഈ സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നും I എന്ന് പറയുന്ന കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഈ കറണ്ട് ഇവിടെ വരുമ്പോൾ, ഈ ജംഗ്ഷനിൽ വരുമ്പോൾ ഈ കറണ്ടിന് പോകാൻ 3 വഴികളുണ്ട്. കുറച്ച് കറണ്ട് ഈ വഴിയിലൂടെ പോകും, ദാറ്റ് ഈസ് I1. കുറച്ച് കറണ്ട് ഈ വഴിയിലൂടെ പോകും, ദാറ്റ് ഈസ് I2. ബാക്കി കറണ്ട് ഈ വഴിയിലൂടെ പോകും, I3. ഇങ്ങനെ നമ്മൾ ഈ സെല്ലിൽ നിന്നും വന്ന കറണ്ട് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. I1, I2, I3. ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകി വന്ന് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 3 പൈപ്പിലൂടെ പോകുന്നത് പോലെ ഒഴുകി വന്ന കറണ്ട്, ഫ്ലോ ചെയ്ത കറണ്ട് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. I1, I2, I3 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് I1 എന്ന് പറയുന്ന കറണ്ട് R1ലൂടെ ഫ്ലോ ചെയ്ത് ഇവിടെ വരുന്നു. I2 എന്ന് പറയുന്ന കറണ്ട് R2ലൂടെ ഫ്ലോ ചെയ്ത് ഇവിടെ വരുന്നു. I3 എന്ന് പറയുന്ന കറണ്ട് R3ലൂടെ ഫ്ലോ ചെയ്ത് ഇവിടെ വരുന്നു. എന്നിട്ട് ഈ 3 കറണ്ടുകളും വീണ്ടും കമ്പൈൻ ചെയ്യും. എന്നിട്ട് പഴയ കറണ്ടായ I ആയിട്ട് മാറും. എന്നിട്ട് അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഒരു 50 പേര് ടൂറിന് പോകും. ഈ 50 പേര് ടൂറിന് പോയി ഒരു നദി കടന്ന് വേണം അപ്പുറത്തേക്ക് പോകാൻ. ഈ നദി കടന്ന് അപ്പുറത്തേക്ക് പോകാൻ അവർക്ക് 3 പാലങ്ങളാണുള്ളത്. 3 പാലങ്ങൾ. ഇങ്ങനെ 3 പാലങ്ങളുണ്ട്. 50 പേർക്കൂടെ ഒരുമിച്ച് ഒരു പാലത്തേക്കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു 10 പേര് ഈ പാലം വഴി അപ്പുറത്തെത്തി. ബാക്കി ഒരു
35 പേര് ഈ പാലം വഴി അപ്പുറത്തെത്തി. കാരണം നല്ല വീതിയുള്ള പാലമാണ്, കുറെ അധികം പേർക്ക് അവിടെ ചെല്ലാം. ഇനി ഇത് വളരെ ചെറിയൊരു പാലമാണ്. അപ്പോൾ ബാക്കി 5 പേരാണുള്ളത്. ആ 5 പേര് ഈ പാലം വഴിയായിരിക്കും അപ്പുറത്ത് പോയത്. എന്നിട്ട് അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇവരും വീണ്ടും ഈ എല്ലാവരുടെ കമ്പൈൻ ചെയ്ത് വീണ്ടും 50 പേരായിട്ട് വീണ്ടും ട്രാവൽ ചെയ്യുന്നു മുന്നോട്ട്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ വരുമ്പോൾ കറണ്ട് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ ഓരോ റെസിസ്റ്ററിനും ഓരോ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഇടുങ്ങിയ പാലം എന്ന് പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് കൂടിയ വയറിലൂടെ കുറച്ച് കറണ്ടേ ഫ്ലോ ചെയ്യത്തുള്ളൂ, ഇടുങ്ങിയ പാലത്തിലൂടെ കുറച്ച് ആൾക്കാരെ മൂവ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ റെസിസ്റ്റൻസ് കൂടിയ വയറിലൂടെ കുറച്ച് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യത്തുള്ളൂ. എന്നാൽ റെസിസ്റ്റൻസ് കുറഞ്ഞ വയറിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പം വീതി കൂടിയ പാലത്തിലൂടെ ഒത്തിരി പേര് ക്രോസ് ചെയ്ത് പോയി എന്ന് പറയുന്ന പോലെ റെസിസ്റ്റൻസ് ഈ വയറിന് കുറവാണെങ്കിൽ അതിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി അതുപോലെ തന്നെ അതായത് റെസിസ്റ്റൻസിനനുസരിച്ചിരിക്കും ഒരു വയറിലൂടെ പോകുന്ന കറണ്ട്, പാരലൽ കോമ്പിനേഷൻ. അതുകൊണ്ട് ഇൻ പാരലൽ കോമ്പിനേഷൻ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് കറണ്ട് ആർ പാസിംഗ് ത്രൂ ഈച്ച് റെസിസ്റ്റേഴ്സ്. ഓരോ റെസിസ്റ്ററിലൂടെയും പോകുന്ന കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദം ആർ സെയിം. എല്ലാ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും, പക്ഷേ കറണ്ട് പോകുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. കറണ്ട് I is equal to V/R. ഇതാണ് ഓംസ് ലോയിലെ കറണ്ടിൻ്റെ ഇക്വേഷൻ. കറണ്ട് I is equal to V/R. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ പോകുന്ന കറണ്ട് I1 എന്തായിരിക്കും? I1 is equal to V/ ഇതിന്റെ റെസിസ്റ്റൻസ് R1. V/R1. അപ്പോൾ വോൾട്ടേജ് സെയിം ആയതുകൊണ്ട് V എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു, റെസിസ്റ്റൻസ് R1. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ വയറിലൂടെ പോകുന്ന കറണ്ട് എന്തായിരിക്കും? I2 is equal to ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V/ ഇതിന്റെ റെസിസ്റ്റൻസ് R2. V/R2. അങ്ങനെയാണെങ്കിൽ I3 എന്തായിരിക്കും? ഈ റെസിസ്റ്ററിലൂടെ പോയ കറണ്ട് I3 is equal to V/ ഇതിന്റെ റെസിസ്റ്റൻസ് R3. അപ്പോൾ എല്ലാ കേസിലും വോൾട്ടേജ് സെയിം ആണ്, റെസിസ്റ്റൻസ് മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് കറണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു സർക്യൂട്ടിൽ പാരലായിട്ട് കണക്ട് ചെയ്താൽ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും, ബട്ട് കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറണ്ട് I എന്തായിരിക്കും? ടോട്ടൽ കറണ്ട് I is equal to I1 പ്ലസ് I2 പ്ലസ് I3. ഈ 3 കറണ്ടോട് ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടും. ദെൻ ഈ ഐക്ക് പകരം ഈ I നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, V/R. I1 പകരം ഈ I1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, V/R1. I2ന് പകരം ഈ I2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, V/R2. I3ക്ക് പകരം ഈ I3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, V/R3. V എല്ലായിടത്തും ഉണ്ട്, കോമൺ ആയിട്ട് എടുക്കും, ഈ വിയുമായിട്ട് ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1/R is equal to 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇതിൽ R ആണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷനിലെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ R. അപ്പോൾ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ഓരോ റെസിസ്റ്റേഴ്സിന്റെ റെസിപ്രോക്കലിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം റെസിസ്റ്റേഴ്സിനെ നിങ്ങൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലോ റെസിസ്റ്റൻസ് കൂടും. ഇവിടെ നിങ്ങൾ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്കിതിനെ LCM എടുത്ത് ചെയ്താൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓർ ടോട്ടൽ റെസിസ്റ്റൻസ് R is equal to R1 R2 R3 divided by R1 R2 plus R2 R3 plus R3 R1 എന്ന് എഴുതാം. അതായത് നിങ്ങൾ ഇതിനെ LCM എടുത്ത് ചെയ്താൽ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും. R is equal to R1 R2 R3 divided by R1 R2 plus R2 R3 plus R3 R1. അപ്പോൾ ആദ്യം 3 പേര്, പിന്നെ ആദ്യത്തെ 2 പേരുടെ മൾട്ടിപ്ലൈ ചെയ്തു R1 R2
പ്ലസ് 2 3 മൾട്ടിപ്ലൈ ചെയ്ത് R2 R3 പ്ലസ് 3 ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് R3 R1. ഇനി 2 റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. R is equal to R1 R2 divided by R1 plus R2. 2 റെസിസ്റ്റേഴ്സേ ഉള്ളുവെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. R1 R2 divided by R1 plus R2. ഇതാണ് ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഇൻ പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്താൽ റെസിസ്റ്റൻസ് കുറയും. അതിന് കാരണം എന്താണെന്ന് നോക്കാം. അതായത് കറണ്ടിന് പോകാൻ ഒത്തിരി വഴിയുണ്ട് പാരലൽ കോമ്പിനേഷനിൽ. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി, അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് പാരലായിട്ട് മറ്റൊരു വഴിയുണ്ട് ആ സ്ഥലത്തേക്ക് പോകാൻ എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കുറയും. കാരണം മറ്റൊരു വഴിയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ റെസിസ്റ്റേഴ്സിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ ഒരു പോയിന്റിൽ നിന്നും അപ്പുറത്തെ പോയിന്റിലേക്ക് കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഒന്നിൽ കൂടുതൽ വഴികൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടായ റെസിസ്റ്റൻസ് കുറയും. അതുകൊണ്ട് പാരലൽ കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണും. അതിനൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. 2 റെസിസ്റ്റേഴ്സിന്റെ പാരലൽ കോമ്പിനേഷൻ കൺസിഡർ ചെയ്യുന്നു. ഒന്ന് 4 ohm, ഒന്ന് 6 ohm. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് R is equal to R1 R2 divided by R1 plus R2. Then R1 4 ohm, R2 6 ohm divided by 4 plus 6. Then 4 into 6 24 divided by 4 plus 6 10. Then 24 by 10 2.4 ohm. അപ്പോൾ 2 റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ഒന്ന് 4 ohm ഒന്ന് 6 ohm. കിട്ടിയ ആൻസർ 2.4 ആണ്. നോക്കിക്കേ, അതായത് കണക്ട് ചെയ്തതിൽ ഏറ്റവും ചെറുത് 4 ohm ആണ്. അതിലും ചെറുതാണ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ പാരലായിട്ട് റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്താൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ 1/R is equal to 1/R1 plus 1/R2 plus 1/R3. ഇനി അടുത്ത റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പ്ലസ് 1/R4 പ്ലസ് എക്സെട്ര. ഇനി 3 റെസിസ്റ്റേഴ്സേ ഉള്ളുവെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. കാരണം ഇതിന്റെ LCM എടുത്ത് ചെയ്തിരിക്കുന്നതാണ്. R is equal to R1 R2 R3 divided by R1 R2 plus R2 R3 plus R3 R1. ഫസ്റ്റ് 2 റെസിസ്റ്ററുടെ മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യം താഴെ എഴുതി, പിന്നെ 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, പിന്നെ 3ഉം ഫസ്റ്റ്. അതായത് LCM എടുക്കുമ്പോൾ കിട്ടുന്നതാണ്, ഓർത്തിരിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ 2 റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. R1 R2 divided by R1 plus R2. 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെ R1 plus R2. അതുപോലെ തന്നെ സെയിം റെസിസ്റ്റൻസ് ഉള്ള കുറെ അധികം റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താലോ നമ്മൾ 1/R1 is equal to 1/R1 plus 1/R2 എന്ന് കുറെ അധികം എഴുതേണ്ടി വരും. ഇപ്പം അതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പം 2 ohmന്റെ 1000 റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1/2 plus 1/2 plus 1/2 എന്ന് 1000 ടൈംസ് എഴുതി നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിന് പകരം 2/1000 എന്ന് ചെയ്താൽ മതി. 1000 ohmന്റെ അല്ലെങ്കിൽ 2 ohmന്റെ 1000 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തു. അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2/1000 എന്ന് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ n റെസിസ്റ്റേഴ്സ്, എല്ലാവർക്കും റെസിസ്റ്റൻസ് R ഉള്ള n റെസിസ്റ്റേഴ്സ്, അവരെ പാരലായിട്ട് കണക്ട് ചെയ്താൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓർ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തു വരും എന്നറിയാൻ R/n എന്ന് ചെയ്താൽ മതി. ഇവിടെ 2/1000 എന്ന് ചെയ്തപോലെ R/n എന്ന് ചെയ്താൽ മതി. ഒരേ വാല്യൂസ് ഉള്ള n റെസിസ്റ്റേഴ്സിനെ നിങ്ങൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ, ഇപ്പം 2 ohmന്റെ 1000 റെസിസ്റ്റേഴ്സ് പാരലാണെങ്കിൽ 2/1000 എന്ന് ചെയ്താൽ മതി. 10 ohmന്റെ 100 റെസിസ്റ്റേഴ്സ് പാരലാണെങ്കിൽ 10/100 എന്ന് ചെയ്താൽ മതി. 30 ohmന്റെ 200 റെസിസ്റ്റേഴ്സ് പാരലാണെങ്കിൽ 30/200 എന്ന് ചെയ്താൽ മതി. അപ്പം അതിനുള്ള ഒരു എളുപ്പ ഇക്വേഷനാണ് R' is equal to R/n.